ഇവരെന്തുണ്ട് ഈ വിദേശത്ത് പോകുന്ന ആൾക്കാർ ഒരുപാട് കുട്ടികൾ അവർക്ക് ജോലി കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഒന്ന് ജോലി കിട്ടുമെന്നുള്ള ഉറപ്പ്, രണ്ടാമത്തെ ജീവിത സാഹചര്യങ്ങൾ ബെറ്ററാണ്. അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്താൽ പോരെ? ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട്, ഈ പിള്ളേരുടെ റിക്വയർമെന്റ് ഒന്നാണ്, ഒരേ ഒരു റിക്വയർമെന്റ് ആണ്. ദേ നീഡ് അറ്റൻഷൻ ഫ്രം ദ സൈഡ് ഓഫ് ടീച്ചേഴ്സ് ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേഷൻ. മാർക്സ് മാത്രമല്ലാതെ അവരുടെ പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, അതിലേക്കെല്ലാം എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ് ഓർ ഡിസിഷൻ മേക്കർ? എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ലെവല് കുറച്ചുകൂടെ കൂട്ടേണ്ടതായിട്ട് വരും. അവരുടെ നീഡ്സ് നമ്മളല്ലാതെ ആര് ഫുൾഫിൽ ചെയ്യും? ദേ ആർ വിത്ത് യു ഫ്രം മോർണിംഗ് ടു ഈവനിങ് അല്ലേ? അപ്പൊ അവരുടെ സോഫ്റ്റ് സ്കില്ല് അത് ഡെവലപ്പ് ആകുന്നില്ലെങ്കിൽ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? മാക്സിമം റെസ്പോൺസിബിലിറ്റി സ്കൂളിനും ചെറിയ റെസ്പോൺസിബിലിറ്റി പേരൻസിനും സൊസൈറ്റിക്കും ഉണ്ട്. നമ്മൾ എന്തെല്ലാം ട്രെയിനിങ് നടത്തിയാലും ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ട് വരുന്ന, എല്ലായിടത്തും ഇല്ല, പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ട് വരുന്ന ഇവര് കാണുന്നത് വേർന്ന്, നമ്മൾ പറയുന്നത് വേറെ. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കാരണവശാലും നിങ്ങൾ ഈ ലിറ്ററിങ് പാടില്ല. ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ട് ഒരു യാത്രയ്ക്ക് പോവാ. യാത്രയ്ക്ക് കാറിൽ പോകുമ്പോൾ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ആയിട്ട് അവർ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ആ റാപ്പർ വലിച്ച് പുറത്തോട്ടിട്ടാണ്. വാട്ട് ഈസ് ദ മെസ്സേജ് ദ ചൈൽഡ് ഈസ് ഗെറ്റിംഗ്? ഇറ്റ്സ് ഓക്കേ ടു ഡു ഇറ്റ്. ഇറ്റ് ഈസ് ഓക്കെ, അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റോങ് സൈഡിൽ കയറി പോകുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ല ഓൺ അടിക്കുന്നു അല്ലേ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, റാഷ് ഡ്രൈവിങ്, ഇതൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ എമ്പതി വേണ്ടേ? നമുക്കിപ്പോ ഇച്ചിരി പ്രായമുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതില്ലേ? തീർച്ചയായും. ആ കൺസിഡറേഷൻ അവർക്ക് എവിടെ നിന്ന് കിട്ടും? ആ കൺസിഡറേഷൻ പേരൻസും സൊസൈറ്റിയും സ്കൂളും കൊടുക്കണം. എമ്പതിയും സോഫ്റ്റ് സ്കില്ലും കൂടാതെ ആക്ച്വൽ ലൈഫ് സ്കിൽ വേണ്ടേ? തീർച്ചയായിട്ടും. ആ ലൈഫ് സ്കില്ലും സ്കൂളിൽ നിന്ന് കിട്ടണം. ഈ ഇൻപുട്ട് ഓഫ് അക്കാഡമിക്സ് മാത്രമല്ല, അവരുടെ ഗ്രേഡ് മാത്രമല്ല. അതുപോലെ ഇൻഡസ്ട്രി ടൈപ്പ് ഇല്ലെന്ന്, അതില്ലാതെ എങ്ങനെ ഒക്കുന്നത്? ഇത് സ്കൂളിന്റെ പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അവരറിയണ്ടേ? ആ ഫാക്ടറി നടക്കുന്നവർ എന്താണെന്ന് അറിയണ്ടേ? വല്ലപ്പോഴൊക്കെ അവിടെ നിന്ന് പോട്ടെന്നേ. അതിനുള്ള റിലാക്സേഷനുള്ള ഒരു സിലബസ് അതാണ് വേണ്ടത്. ഇത് ഒരു മാത്രം പഠിപ്പിച്ച് ഗ്രേഡിലേക്ക് മാത്രം പോകാതെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി. ആവശ്യത്തിൽ കൂടിയ പഠിപ്പിക്കുക, അതൊരു വലിയ പ്രശ്നമാണ്. അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ബാധ്യസ്ഥ, സ്കൂൾ ബാധ്യസ്ഥ. എന്തുകൊണ്ടെന്നാൽ സിലബസിലുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആ കണ്ടന്റ് ഒക്കെ പലതും കുറച്ച് മൂവ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. വി ക്യാൻ ബി ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദാറ്റ്. അത് നടക്കും. ജോയ്സ്, കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ താങ്കൾ യു ആർ ടീച്ചിങ് ആൻഡ് ലീഡർഷിപ്പ് റോൾസ്. ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള താങ്കളുടെ ആ എക്സ്പീരിയൻസസ്, ഹൗ ഡിഡ് ഇറ്റ് ഷേപ്പ് യുവർ പെർസ്പെക്റ്റീവ് ഓൺ സ്റ്റുഡൻസ് ലേണിംഗ്? MSc പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻട്രൻസ് ബാച്ചിന് സ്പെഷ്യൽ ക്ലാസ് സാറ്റർഡേസിൽ എടുത്ത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇമ്മീഡിയറ്റ്ലി ഡോൺ ബോസ്കോയിൽ പഠിപ്പിക്കാൻ പോയി, പ്രൈവറ്റ് സ്കൂൾ ഇൻ കൽക്കട്ട. അവിടുന്ന് പോകാൻ പറ്റിയത് കേന്ദ്രീയ വിദ്യാലയത്തിലേക്കാണ്. ദർ ഈസ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഹിന്ദി മീഡിയം. ഈ കേന്ദ്രീയ വിദ്യാലയം എന്ന് പറയുമ്പോൾ കിട്ടുന്ന പിള്ളേര് അവര് ഇറ്റ്സ് എ ക്രോസ് സെക്ഷൻ ഓഫ് അവർ കൺട്രി. ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിലുള്ള എംപ്ലോയീസിന്റെ കുട്ടികൾക്ക് പല സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഒരു മിനി ഇന്ത്യ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. 15 കൊല്ലം അവരെ പഠിപ്പിച്ചു. പ്രിൻസിപ്പൽ ആകാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഐ ഗോട്ട് ഇൻ ടു നവോദയ സിസ്റ്റം. ഓക്കെ, കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ നവോദയയിൽ പോയി. റെസിഡൻഷ്യൽ. നവോദയ ഈസ് റെസിഡൻഷ്യൽ, KV ഈസ് നോട്ട് റെസിഡൻഷ്യൽ. ഓക്കെ, ഡേ സ്കോളേഴ്സ് അവർ വരുന്നു, പഠിക്കുന്നു, പോകുന്നു. നവോദയ ഫുൾ ടൈം 24 hours children are with you. Okay, hostel is there, food we are providing, everything we are doing. അവിടെ ഒരു 6 മാസം ഈ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്തപ്പം ഐ ഗോട്ട് പോസ്റ്റിംഗ് ആസ് പ്രിൻസിപ്പൽ ഇൻ KV ഇറ്റ്സെൽഫ്. കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പലായിട്ട് ആദ്യം പോയത് മധ്യപ്രദേശ്, ഭോപ്പാലിനടുത്ത്. അവിടെ നിന്ന് ട്രാൻസ്ഫർ നാഗ്പൂരിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് കോട്ടയത്ത് ഇരുന്നപ്പോഴാണ് ഈ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് പ്രൊമോഷൻ കിട്ടിയത്. അപ്പം പിന്നെയും ബാക്ക് ടു കൊച്ചി. ഇനി റിട്ടയർ ചെയ്ത് കുറച്ചുനാള് കൃഷി കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ ഇരുന്നപ്പം ഇത് ഈ സ്കൂളിൽ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ തൊടുപുഴയിൽ നിന്ന് ഒരു ഓഫർ വന്നു. അപ്പൊ ഈ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാവുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട്, ഈ പിള്ളേരുടെ റിക്വയർമെന്റ് ഒന്നാണ്, ഒരേ ഒരു റിക്വയർമെന്റ് ആണ്. ദേ നീഡ് അറ്റൻഷൻ ഫ്രം ദ സൈഡ് ഓഫ് ടീച്ചേഴ്സ് ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേഷൻ. അവർക്ക് ആ അറ്റൻഷൻ വേണം. ആ അറ്റൻഷൻ കൊടുക്കുന്നത് വെറുതെ അറ്റൻഷൻ കൊടുക്കുന്നത് പറഞ്ഞാൽ പോരാ. വി നീഡ് ടു ആക്ച്വലി ബി ദെയർ മെന്റർ. ഷേക്സ്പിയറിയൻ യൂസിൽ വരികയാണ് ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. ഇത് മൂന്നും ആകണം ടീച്ചർ എങ്ങനെയാണോ അതിനേക്കാൾ ഒരു പടി കൂടെ കൂടുതൽ പ്രിൻസിപ്പലും ആവണം. ഓക്കെ, ഈ രീതിയിൽ ഉള്ള ഒരു റിക്വയർമെന്റ് ആണ് എല്ലാ ഭാഗത്തും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്. ഈവൻ ഞാനിപ്പോ പറയുന്നത് ഏജ് പോലും ഞാൻ പറയാണ്,
അന്ന് 1980s ഇന്നിപ്പോ 2025 ആയി. ഇപ്പോഴും സംഭവം അത് തന്നെ. നമ്മൾ നമ്മുടെ കെയറും അറ്റൻഷനും പിള്ളേർക്ക് കൊടുത്താൽ they will definitely coming forward in the right path. Awesome. ആ ഫുൾ ടൈം അറ്റൻഷൻ അവർക്ക് വേണം, അത് കൊടുക്കണം. You are their guide also. യെസ് ഷുവർ. പഴയ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കസ്റ്റോഡിയൻ ഓഫ് നോളജ് ഇല്ലേ, Yes. നമ്മുടെ കയ്യിലാണ് എല്ലാം ഉള്ളത്, നമ്മൾ അങ്ങോട്ട് പോകുന്നു, നമ്മൾ ഇതുകൊണ്ട് പിള്ളേർക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു, വേണം മേടിച്ചോണം, ഇത് വെച്ചോണം, പൊക്കോണം, അങ്ങനെയുള്ള കൺസെപ്റ്റേ മാറിയില്ലേ. നൗ വി ആർ ഫെസിലിറ്റേറ്റേഴ്സ്. Exactly. ആ ഒരു ഇവോൾവിങ് ആദ്യത്തെ കാലങ്ങളിലൊന്നും എനിക്ക് ഈ ലെക്ചർ മെത്തേഡിൽ നിന്ന് മാറിയിട്ടുള്ള മെത്തേഡൊന്നും എനിക്കറിയില്ല. All right. നമ്മൾ പോകുന്നു 11ാം ക്ലാസ് 12ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് ഈക്വൽ ഉണ്ടല്ലേ, കോളേജ് പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കുന്നു, ആ രീതിയിൽ. ശരി. അത് കഴിഞ്ഞ് സ്ലോലി തിങ്സ് ഇവോൾവ് ലൈക്ക് ദിസ്. Your focus has to change. നമ്മൾ ഇവോൾവ് ചെയ്യണം. നമ്മൾ ഇവോൾവ് ചെയ്യണം. ടീച്ചർ സെന്റേഡ് എഡ്യൂക്കേഷൻ പോരാ, ഇറ്റ് ഹാസ് ടു ബി സ്റ്റുഡന്റ് സെന്റേഡ്. അതിപ്പം നമ്മൾ ബി എഡിനും എം എഡിനും ഒക്കെ പഠിക്കുകയും ഇന്നും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആസ് ഓൺ ഡേറ്റ് വളരെ കുറച്ച് സ്ഥാപനങ്ങളിലും വളരെ കുറച്ച് ടീച്ചേഴ്സുമേ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്നു. All right. അത് ഫോളോ ചെയ്യണം. അതാണ് ഞാൻ പഠിച്ചത്. സ്റ്റുഡന്റ് സെന്റേഡ് ആയിരിക്കണം. Okay. നമ്മൾ എന്ത് തീരുമാനം എടുത്താലും എന്ത് ചെയ്താലും യു ഹാവ് ടു തിങ്ക് how it is going to help the students. Gandhiji's talisman ഓർക്കുന്നുണ്ടോ? When you are taking a decision in a capacity where you can take a decision, and when you are in a dilemma as to which decision you have to take the decision in favor of the poorest of the poor. Awesome. And that decision is the correct one. ഇതാണ് ഗാന്ധിജിയുടെ പിന്നെ പ്രിസ്ക്രിപ്ഷൻ. Who is the poorest of poor in the school? Poor children. അവരെല്ലാത്തിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Yes. അപ്പൊ അവരുടെ ഫേവറിൽ ഡിസിഷൻ എടുക്കുക. ദാറ്റ് വിൽ ബി കറക്റ്റ്. Awesome. വി ഹാവ് ടു ഓൾവേസ് ബി സ്റ്റുഡന്റ് സെന്റേഡ്. All അവർ right. പഠിച്ചോളും, പിന്നെ നമ്മൾ പറയുമ്പോൾ അവർ പഠിച്ചോളും. Very nice. Okay. Actually, sir, അവരുടെ ആ ബേൺ ഔട്ടിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. Very nice. ദാറ്റ് ഈസ് ഹൗ യു ആർ ദ ഫെസിലിറ്റേറ്റർ. നിങ്ങളുടെ ജോലി ഈ ടീച്ചർ പിള്ളേരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡിസ്പെൻസർ ഓഫ് നോളജ് മാത്രമല്ലല്ലോ ഫെസിലിറ്റേറ്റർ. Yes, sir. പ്രത്യേകിച്ച് ഇനിയുള്ള കാലമായി ഈ ചലഞ്ച് ഏറ്റവും കൂടുതൽ All right. അല്ലേ? Yes, sir. Definitely, sir. പഠിച്ചാൽ മാത്രം മതി ഒരു സ്കൂളിൽ വരണം, വേണ്ട. വീട്ടിൽ ഇരുന്നാൽ പോരെ, അതെ, ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഇവര് സ്കൂളിൽ വന്നിട്ട് വേണം ഈ കൊളാബറേഷൻ പഠിക്കണം, അവര് ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കണം, അവരുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവണം, അവരുടെ സോഷ്യൽ ലൈഫ് ഓക്കെ ആണ്, പിന്നെ അഡ്ജസ്റ്റ്മെന്റ്, എംപതി, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അവരൊരു ഗ്രൂപ്പിൽ പഠിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ അതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റേറ്റർ ആകുക, അതാണ് ടീച്ചറുടെ പ്രിൻസിപ്പലിന്റെ ഒക്കെ ജോലി. സാർ പറഞ്ഞത് ഒരു ടീച്ചർ, ദി ആർ എ ഫെസിലിറ്റേറ്റർ, എല്ലാ വിധത്തിലും ഒരു കുഞ്ഞ് ഡെവലപ്ഡ് ആവുകയാണ്. അതെ, ഇപ്പൊ ചോയ്സസ് ആർ മോർ ഇല്ലേ? Yes. ഇനി വരാൻ പോകുന്ന ഇപ്പൊ വന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അപ്പം ചേഞ്ച് വരുന്നത് ഡ്രാസ്റ്റിക് ആയിട്ടാണ്. പണ്ടൊക്കെ ചേഞ്ച് വരുന്നത് ഒരു 5 കൊല്ലം കൊണ്ടും 10 കൊല്ലം കൊണ്ടൊക്കെ, ഇപ്പൊ 2 കൊല്ലം കൊണ്ട് ചേഞ്ച് വരും. So much of difference. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടിയെ 2026 എടുത്തു, അടുത്ത അക്കാഡമിക് സെഷൻ തുടങ്ങും, 1ാം ക്ലാസ്സിൽ ചേർക്കാന്ന് ചോദിക്കുക. ഈ കുട്ടി 12ാം ക്ലാസ് പാസ്സായി വരുമ്പോഴത്തെ സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. Very true. അതിനു മുമ്പ് തന്നെ ആ കുട്ടി 5ലും 6ലും എത്തുമ്പോൾ തന്നെ സിറ്റുവേഷൻ മാറും. അപ്പൊ ഈ ചേഞ്ച് കണ്ട് പകച്ചു നിൽക്കുന്ന പിള്ളേരെ ഒന്ന് കോൺസ്റ്റന്റ് ആക്കുക, അവരെ ഒന്ന് സ്റ്റേബിൾ ആക്കുക, അവരെ ഒന്ന് ഗൈഡ് ചെയ്യുക. ഇതാണ് ടീച്ചേഴ്സിന്റെയും പ്രിൻസിപ്പലിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ഒക്കെ റെസ്പോൺസിബിലിറ്റി ശരിക്കും. Joy sir, after leading these schools for so many decades as an educational leader, what is your advice for those students who are navigating their career? First of all, Either they themselves or with the help of experts. they should understand their aptitude. Instead of thinking that I will go for this particular course, എനിക്ക് ഡോക്ടറാകാൻ പോകണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അതിനുള്ള സ്കില്ലും അതിനുള്ള കാര്യങ്ങളും എമ്പതിയും, ഡോക്ടർ ചുമ്മാ ഇത് മാത്രം പഠിച്ചാൽ പോയി, പിന്നെ റോബോട്ട് ചികിത്സിച്ചോളൂല്ലേ? ഇപ്പൊ വേണ്ട എന്നതാ, റോബോട്ട് ചികിത്സിക്കുന്നിടത്ത് റോബോട്ടിന്റെ മാനുഷിക പരിഗണന കാണൂല, അതും കൂടെയുള്ള ഡോക്ടർ റോബോട്ടിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഡോക്ടറെ ഇപ്പൊ വേണ്ടേ? ഇല്ലേ? ആ രീതിയിലേക്ക് ഓരോരുത്തരുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അവരെ തിരിച്ചുവിടാൻ ശ്രമിക്കണം. അത് പിള്ളേർക്ക് തന്നെ പറ്റിയല്ല. അതിനും ഈ പറഞ്ഞ പ്രശ്നം ഇതാണ്, സ്കൂളും കോളേജും ഇൻസ്റ്റിറ്റ്യൂഷൻസും സൊസൈറ്റിയും ഇതിനുള്ള മെത്തേഡ്സ് എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കണം. അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറയണം. ആ ഓപ്പർച്യൂണിറ്റീസ് അച്ചീവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞു കൊടുക്കണം. അതിനുള്ള മെത്തേഡ് വളരെ സിമ്പിളാണ്. ഏത് ഉറക്കത്ത് വിളിച്ചേൽപ്പിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കാം, ആർക്ക് വേണേലും. നിങ്ങൾക്ക് ഓറിയന്റേഷൻ പ്രോപ്പറായിട്ട് ഏകദേശം നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഹാർഡ് വർക്ക്, ഒരു ടൈം ടേബിൾ വെച്ച് ഡിസിപ്ലിൻ സ്റ്റഡി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട്. അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയുണ്ട്. എത്ര സമയം റെസ്റ്റ് എടുക്കണം, എത്ര സമയം കളിക്കണം, എത്ര സമയം ഇന്ററാക്ഷൻസ് വേണം, പിന്നെ ഏത് സമയത്ത് പഠിക്കണം, ഏത് സമയത്ത് ഉറങ്ങണം, നാളെ ഏത് സമയത്ത് എഴുന്നേക്കണം. ഇതിന്റെ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ
ഇവർക്ക് ഈ ഓറിയന്റേഷനും കൂടെ ഉണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോളും ഇല്ല. നമ്മുടെ പിള്ളേർ വളരെ കേപ്പബിൾ ആണ്. Okay. Okay, I am not telling about Todupuzha. I am not telling about Kerala. With my experience throughout the country, I am telling our children are resourceful. They can achieve things if properly oriented. The habit, everyone can excel. ആ ഹാബിറ്റ് കറക്റ്റ് ആക്കണം. Okay, sir. അതില്ലാത്ത പ്രശ്നം Okay. വളരെ സിമ്പിൾ ആണ്. വളരെ എല്ലാ കുട്ടികളുടെയും തന്നെ പ്രശ്നം ഈ ഹാബിറ്റ്. ഇവിടുന്ന് പോകുന്നു, വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണോ ചെയ്യണമെന്ന് തോന്നുന്നത് അത് ചെയ്യുന്നു. ഒരു ദിവസം കൂടുതൽ കളിക്കുന്നു, ഒരു ദിവസം കുറച്ച് കളിക്കുന്നു, ഒരു ദിവസം കളിക്കാതിരിക്കുന്നു. അവർ കളിക്കണം, നടക്കണം, പിന്നെ എല്ലാം ചെയ്യണം. ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടേ? ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. ആ കൂട്ടത്തിൽ എമോഷണൽ ബാലൻസ് കറക്റ്റ് ആവണം. അതിനുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാം വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് വായിക്കണ്ടേ. തീർച്ചയായിട്ടും. റീഡിംഗ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. അപ്പൊ ആ റീഡിംഗ് ഉണ്ടാവണം. ന്യൂസ് പേപ്പർ വായിക്കണം. TV കാണുകയാണെങ്കിൽ ന്യൂസ് കാണണം, അല്ലാതെ ഈ സീരിയൽ കണ്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ആരാ ഇവരോട് പറഞ്ഞു കൊടുക്കുക? ആ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഇവർക്ക് കരിയർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും ഡോക്ടർ വേണ്ടല്ലോ നമുക്ക്. വൈ ഡു യു റിക്വയർ എവരിബഡി ടു ബിക്കം എ ഡോക്ടർ, അല്ലെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ലോയർ, അല്ലെങ്കിൽ ടീച്ചർ, ഏതെങ്കിലും ആയിക്കോട്ടെ. അപ്പോ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഒരു മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു എന്റർപ്രീനർ ആയാലോ, ഒരു സംരംഭകനോ ആയാലോ. എന്താ പ്രശ്നം? അതിന് മാത്രം വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടല്ലോ. ഐഡിയ വേണം, ഇല്ലേ? ഐഡിയ വേണം, ധൈര്യം വേണം, തോക്കാൻ തയ്യാറായിരിക്കും, റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കും. ഈ രീതിയിൽ നമുക്ക് പിള്ളേരെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രം മതി. ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് നടന്നെടുക്കാൻ കരിയർ അസസ്മെന്റും കരിയർ കൗൺസിലിംഗും ഇറ്റ് പ്ലേസ് എ ബിഗ് റോൾ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ സ്കൂൾ? പിവറ്റൽ റോൾ ഈസ് ടു ബി പ്ലേഡ് ബൈ ദ സ്കൂൾ. ഇന്ത്യൻ സെനാരിയോയിൽ നമ്മൾ നോക്കുമ്പോൾ പേരൻസിന് ഇതിന്റെ റിക്വയർമെന്റിനെ പറ്റിയുള്ള അവയർനെസ് കുറവായിരിക്കും. ഓപ്ഷനും കരിയറും. പക്ഷെ ഒരു സ്കൂളിനെ സംബന്ധിച്ച് there are people who are aware about it, or if people who are aware of it should be brought to the school. We do it here. Rishiraj Singh, former IPS officer, he came here and guided the students. He told about at least 20-25 different opportunities other than the traditional ones. Then what I did, I added the places where it is available in government institution. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു സംഭവം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഇത് എവിടെ അവൈലബിൾ ആണ്, എങ്ങനെ അവൈലബിൾ ആണെന്നുള്ള വിവരം പേരൻസിനും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. അവർ നോക്കുമ്പോൾ അടുത്ത് കാണുന്ന ഒരു സ്ഥാപനത്തിലെ ഈ കോഴ്സ് ഉള്ളൂ, അതല്ലെങ്കിൽ വിദേശ രാജ്യത്തേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ എത്ര രൂപ മുടക്കിയല്ല? അതില്ലാതെ ഇന്ത്യയിൽ തന്നെ ഇത് പഠിക്കാൻ പറ്റും. ഏത് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് കിട്ടുമെന്നും പറഞ്ഞു കൊടുത്തു. അത് വേണമല്ലോ, കാരണം അവരിതിനെ പറ്റി അറിയണം. നമ്മളിപ്പം ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ IIT പോവാണ്, എത്ര ഫീസ് ഉണ്ട്? വളരെ കുറഞ്ഞ ഫീസ്. IIT എംപ്ലോയീസിനുള്ള സാലറി ഒക്കെ ഗവൺമെന്റ് കൊടുക്കും, പ്രൈവറ്റില് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഫീസ് കൂടുതലായി. അവിടെ പഠിച്ചാൽ ഇറങ്ങുന്നവർക്ക് ജോലി കിട്ടും. അവർക്ക് പഠിക്കുന്നവർക്ക് ഏത് ജോലിയാ കിട്ടുന്നത്, IIT പഠിച്ചിട്ട് ഇറങ്ങുന്ന ആൾക്ക് ഏത് ജോലിയാ കിട്ടുന്നത്, ആ ഡിഫറൻസ് ഇവർക്ക് ബോധ്യമാണ്. അതിനൊക്കെ സ്കൂളിനെ പറ്റൂ. ഓക്കെ. ജോയ്സ്, ഓരോ വിദ്യാർത്ഥിയും അവരുടെ ബെസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് നടന്നെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത്? ഏറ്റവും കൂടുതൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എല്ലാ ഭാഗത്തുനിന്നും, ഗവൺമെന്റ് ഭാഗത്തുനിന്നും എല്ലായിടത്തും കിട്ടേണ്ട ഒരു ഏരിയ എഡ്യൂക്കേഷൻ. പഴയ രീതിയിൽ പഠിച്ച് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരെ അല്ല നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർക്ക് വളരാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, അതാണ് നമുക്ക് വേണ്ട. ആ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് വർക്ക് ചെയ്യാൻ സ്ഥാപനങ്ങൾക്കാകണമെങ്കിൽ അതിനൊരു ഗവൺമെന്റൽ സപ്പോർട്ടും ഗൈഡൻസും വേണം. ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ തൊടുപുഴ, ഇപ്പൊ ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും പ്രിൻസിപ്പലും ഒക്കെ കൂടി, ഞാനും കൂടി ആ കൂട്ടത്തിൽ കൂടി എല്ലാവരും കൂടെ നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കുക, ഈ സിലബസ് ഇങ്ങനെ ഇച്ചിരി കുറച്ചിട്ട് നമുക്ക് ഇന്ന ആക്ടിവിറ്റി ചെയ്യാം. അത് പറ്റത്തില്ല. കാരണം നമ്മൾ എഴുതാൻ പോകും, നമ്മൾ അഫിലിയേറ്റഡ് ടു CBSE ആണ്. CBSEക്ക് ഒരു സിലബസ് ഉണ്ട്, CBSEക്ക് ഒരു എക്സാമിനേഷൻ പാറ്റേൺ ഉണ്ട്, CBSEക്ക് ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് നമ്മുടെ കുട്ടികൾ പോയി എഴുതേണ്ട കാര്യം നമുക്ക് പഠിപ്പിച്ചേ പറ്റുള്ളൂ. ആ സിലബസ് കൈ തന്നിരിക്കുക. അപ്പൊ അവിടെ മുതൽ ഒരു മാറ്റം വരണം. എല്ലാ സബ്ജക്റ്റും റൈറ്റ് ഫ്രം ക്ലാസ് 5-6 എങ്കിലും 5 വരെ അങ്ങ് പോട്ടെ, ഫോർമേറ്റീവ് സംഭവമായിട്ട് അങ്ങ് പോട്ടെ. അത് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ് മുതൽ അവർക്ക് ഒരു സെഗ്രിഗേഷൻ ചെയ്ത് അവരിങ്ങനെ അവരുടേതായ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയുള്ള പഠിത്തമാണ് നടക്കുന്നത്. അവർക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോകാനുള്ളവരാ, ഓക്കെ, അവർക്ക് ഡിഫൻസിൽ പോകാനുള്ളവരാ, അല്ലെങ്കിൽ അവർക്ക് ലോയർ ആവേണ്ടവരാ. അങ്ങനെ ആ രീതിയിലേക്കുള്ള കോഴ്സ് പഠിപ്പിച്ചാൽ പോരെ. ഫോറിൻ കൺട്രീസിലൊക്കെ അതാ പറഞ്ഞ പല രാജ്യങ്ങളിലും ടെസ്റ്റ് ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ ഇനിയും നമ്മൾ പഠിക്കാൻ വേണ്ടി അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അതിന്റെ അകത്തുനിന്ന് തന്നെ പാഠങ്ങൾ എടുത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റി അതങ്ങോട്ട് കൊടുക്കാമെങ്കിൽ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ
കുട്ടികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആവും. സാറ് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആൾക്കാരെ വേണ്ട, വേണ്ട, സ്കിൽഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയബിലിറ്റി നല്ലപോലെ വേണം, അവർക്ക് അവയർനെസ് വേണം. ഇപ്പം നമ്മൾ പറയുക, ഇപ്പം ഇവരെന്തുണ്ട് ഈ വിദേശത്ത് പോകുന്ന ആൾക്കാർ, ഒരുപാട് കുട്ടികൾ, അവർക്ക് ജോലി കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഒന്ന് ജോലി കിട്ടുമെന്നുള്ള ഉറപ്പ്, രണ്ടാമത്തെ ജീവിത സാഹചര്യങ്ങൾ ബെറ്ററാണ്. അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്താൽ പോരെ? വെരി ഗുഡ്, അത് പറ്റും, അത് പറ്റും. അതിനല്ല ഞാൻ പറഞ്ഞത്, അതിൽ സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞത്. അത് വിചാരിക്കണമെങ്കിൽ അതിനൊരു തോട്ട് പ്രോസസ്സ് വേണം, അത് ഗവൺമെന്റ് വേണം. അങ്ങനെ ആ രീതിയിലേക്ക് മാറിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരികയും നമ്മുടെ രാജ്യത്ത് തന്നെ പിടിച്ചു നിൽക്കുകയും ചെയ്യുള്ളൂ. അവരുടെ സർവീസ്, അവരുടെ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് തന്നെ വേണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ. ഇപ്പൊ നമ്മുടെ പ്ലസ് പോയിന്റും അതാ. നമ്മുടെ ഈ യങ് മൈൻഡ് സിസ്റ്റം പോലെ ഉണ്ട്, ആ റിസോഴ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ റിസോഴ്സ്. യൂത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ. അത് ഇവിടെ തന്നെ ഇരിക്കണമെങ്കിൽ സാറ് പറഞ്ഞ അവരെ ഇരുത്തണം, അതിന് എല്ലാവർക്കും വേണ്ട ജോലി ഉണ്ടാവണം. അതിന് ഒരു പ്ലാനിങ്ങും ടൈപ്പും ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതിനെ നമ്മൾ അതിനെ കൂടുതൽ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം, അതൊക്കെ പ്രാവർത്തികമാക്കണം. അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങണം. ഈ കുട്ടികളുടെ നീഡ് എന്നതാ, എന്തുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത്? അല്ല കുട്ടികൾ പോകുന്ന പുറകെ നമ്മളും കൂടെ പോയേക്കാൻ നോക്കുന്നിട്ട് ഒരു കാര്യമില്ല. അവരെ നമുക്ക് എങ്ങനെ അവർക്ക് യൂസ്ഫുൾ ആയ രീതി അത് കൊടുക്കാതെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവർ നിൽക്കില്ല. കാരണം അവർക്കിത് അറിയാം, എല്ലാവർക്കും അറിയാം. അവരൊരു ബാങ്കിൽ പോയി ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണെങ്കിലും അവർക്ക് പോവാം. അവിടെ ചെന്നിട്ടുള്ള കഷ്ടപ്പാടുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ഇവിടെ കിട്ടുന്ന ഫ്രീഡത്തിന്റെ അത്രയും കിട്ടുകയെന്നും കാണുമ്പോൾ ഒത്തിരി ഫ്രീഡം ഒക്കെ തോന്നുമെങ്കിലും ആക്ച്വലി യുവർ ഓൺ ഫ്രീഡം ഈസ് കർട്ടൈൽഡ് ഇൻ അനദർ കൺട്രി എന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലാവണം. അവർ നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇവിടെ ഇപ്പം അവിടെ നിന്നുകൊണ്ട് ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും കൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലെ? അതിന് സമൂഹം വേറെ ഇത് കാണും. വിദേശ രാജ്യത്താണെങ്കിൽ അവർക്ക് എങ്ങനെ വേണേൽ സംസാരിക്കാൻ ഒരു കുഴപ്പമില്ല, അതല്ലേ അവർ കാണുന്ന ഫ്രീഡം. പക്ഷെ അവര് സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ അത് ആരാ നിൽക്കുന്നത്, ഏത് കൺട്രിക്കാരനാ, അവൻ എന്തിനാ അവിടെ നിൽക്കുന്നത്, അവരുടെ ആക്ടിവിറ്റി എന്താ, അങ്ങനെയുള്ള അത്രയും കർട്ടൈലിംഗ് ഉണ്ട് നമ്മുടെ ആൾക്കാർക്ക്. ഇപ്പോഴത്തെ മൂവ്മെന്റ് അറിയാമല്ലോ, എല്ലാ യൂറോപ്യൻ കൺട്രീസിലും എല്ലായിടത്തും ഈ ആൾക്കാരുടെ മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള സ്റ്റെപ്സ് എടുത്തോണ്ട് വരിക അവർ. അപ്പോഴത്തേക്ക് ആ ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു വരിക, അതനുസരിച്ച് ഇവിടെ ഓപ്പർച്യൂണിറ്റി കൂട്ടണം. ഓക്കെ, അണ്ടർസ്റ്റുഡ് സർ. സോ സാറ് പറഞ്ഞത് നമ്മുടെ കുട്ടികളെ നമ്മുടെ ഇവിടെ തന്നെ പിടിച്ചിരുത്താനുള്ള സകല കാര്യങ്ങളും സർക്കാരായിട്ട് തന്നെ ചെയ്യണം, സർക്കാർ ചെയ്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഭാഗമാക്കണം. അപ്പൊ പിന്നെ നമ്മുടെ രാജ്യം പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തിനേക്കാളും ബെറ്റർ ആവും. അതെ. Thank you very much, Dr. Shaini and your team, as well as those who are behind you in this effort. Yes, all sir. The best. Your efforts will go a long way in shaping young minds. I'm happy that you are taking up this sort of activities, even though it may be compromising slightly with your professional work as a doctor in your clinic. Yes, sir. Please continue with full enthusiasm. All the best from my side. Thank you, sir. Thank you very much. Today's episode highlighted Dr. Joy's remarkable journey as a Kendra Vidyalaya principal across India and the leadership lessons he gained along the way. My personal takeaway was his reflection on how discipline can truly change one's life. If you enjoyed this conversation, please like, share and subscribe to Edu Talks at KPL, Kottayam Public Library. I'm Dr. Shaini. See you in the next one.